വീണ്ടും പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെടുന്നു. അമേരിക്കയുടെ കണ്ണിൽ അടക്കം പാകിസ്ഥാൻ പൊടിയിടുകയാണ് ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്ത് അപൂർവ ധാതുക്കളുടെ സമ്പത്തുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് എന്നതാണ് അവിടെ അമേരിക്കയെ അടക്കം ഇപ്പോൾ അവിടെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 6 മുതൽ 8 ട്രില്യൺ ഡോളർ വരെ മൂല്യം കൽപ്പിക്കുന്ന, അതായത് ഏതാണ്ട് 530 ലക്ഷം കോടി മുതൽ 710 ലക്ഷം കോടി അതുവരെ ലഭിക്കാവുന്ന, അതായത് ഇന്ത്യൻ കറൻസിയുടെ രീതിയിൽ അപൂർവ ധാതുക്കളുടെ ശേഖരം രാജ്യത്തുണ്ടെന്നായിരുന്നു പാക് സർക്കാരും സൈന്യവും അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനെല്ലാം പൊളിച്ചെഴുതുന്ന ചില തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അസീം മുനീർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നതാണ് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക തലവര തന്നെ മാറ്റി എഴുതാവുന്ന അപൂർവ ധാതുക്കളുടെ സമ്പത്തുണ്ട് എന്ന സർക്കാരിന്റെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും വാദങ്ങൾ ഇത് ജനങ്ങളുടെ മുന്നിലും അതുപോലെ ട്രംപിന്റെ മുന്നിലും കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു ഊഹാപോഹം മാത്രമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വെറും രാഷ്ട്രീയവാദം മാത്രമാണ് എന്നും ഒരു പഠനത്തിന്റെയും അടിസ്ഥാനത്തിലുമല്ല ഇത് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയ ആസ്ഥാനമായ മൈനിങ് നിരീക്ഷണ മാധ്യമമായ പോർട്ടലാണ് വ്യക്തമാക്കുന്നത്. രാജ്യാന്തര തലത്തിലെ NI 43-101 സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പഠനത്തിലൂടെയാണ് അപൂർവ ധാതുക്കളുടെ റിസർവ് ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്. മൂല്യനിർണ്ണയം, സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം തന്നെ ഇതുവഴി ഉറപ്പാക്കാനും സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പഠനം പാകിസ്ഥാനിൽ ഇതുവരെയും നടന്നിട്ടില്ല. അപൂർവ ധാതുക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും അവിടെ ഉൽപാദനം വട്ടപൂജ്യമാണ് എന്നും US-ന്റെ ജിയോളജിക്കൽ സർവേ ഡാറ്റയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ചില നിരീക്ഷകർ പറയുന്നതനുസരിച്ച് പാകിസ്ഥാനിൽ 1 ലക്ഷം മുതൽ 4 ലക്ഷം ടൺ വരെ അവിടെ റെയിൽ എർത്ത് ഉണ്ടാകുമെന്നതാണ്. അതേയാകട്ടെ ഈ രംഗത്തെ പ്രമുഖ രാജ്യങ്ങളുടെ ധാതു സമ്പത്തുമായി തന്നെ താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം കുറവാണ് എന്നും വ്യക്തമാക്കുന്നു. അതേസമയം ചൈനയാണ് 4.4 കോടി ടൺ റെയിൽ എർത്ത് ആ അലൈൻമെന്റ് റിസർവുമായി തന്നെ ലോകത്തെ ഏറ്റവും വലിയ മുന്നിൽ നിൽക്കുന്ന രാജ്യം. അതേസമയം 2.2 കോടി ടണ്ണുമായി തന്നെ വിയറ്റ്നാം രണ്ടാമതായി തന്നെയുണ്ട്. ബ്രസീൽ 2.1 കോടി ടണ്ണും, റഷ്യയിലാകട്ടെ 2.1 കോടി ടണ്ണും, ഇന്ത്യയിലാകട്ടെ 70 ലക്ഷം ടണ്ണും, എന്നാൽ അമേരിക്കയിൽ ഇതാകട്ടെ 20 ലക്ഷം ടണ്ണും എന്നിവയാണ് ഈ രംഗത്ത് മുന്നിലുള്ള മറ്റ് രാജ്യങ്ങളുടെ കണക്കുകൾ. 6 മുതൽ 8 ട്രില്യൺ ഡോളർ ധാതു സമ്പത്തുണ്ട് എന്ന് പറയുന്ന പാകിസ്ഥാന്റേത് തന്നെ 2020 ഔദ്യോഗിക കണക്ക് പ്രകാരം മൈനിങ് മേഖലയുടെ മൂല്യം വെറും 6.5 മില്യൺ ആണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് പാക് സർക്കാരും സൈന്യവും പറയുന്ന വമ്പൻ കണക്കുകൾ രാഷ്ട്രീയ നേട്ടവും ആഗോള ശ്രദ്ധയും കിട്ടാനുള്ള വെറും പൊള്ളത്തരം മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു തെളിവെന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ ചെമ്പ്, അമിനിറ്റി, അതേപോലെ തന്നെ ക്രോമൈറ്റ് തുടങ്ങിയവയുടെ ആ ഒരു സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നുണ്ട്. സ്വർണ്ണശേഖരമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും റിസർവ് എന്ന് വിശേഷിപ്പിക്കാൻ അതിനെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള പഠനമൊന്നും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നും ഈ തെളിവ് സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.